ഹായ് ഓൾ, വെൽക്കം ടു എയ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന്റെ ഒരു കട്ട് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആൻസർ കീ പ്രോബബ്ലി 15th ആയിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ റിസൾട്ട് നമുക്കൊരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് കുറേ അധികം ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് എന്റെ ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവര് ഈ കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ ഏത് രീതിയിലൊക്കെ പഠിക്കണം, എത്രയായിരിക്കും കട്ട് ഓഫ്, നമ്മൾ അതിൽ നിന്ന് എത്രമാത്രം നമ്മൾ ഇനി ഫെർദർ പഠിക്കണം. ഇപ്പൊ ഒരു 220 ആണ് കട്ട് ഓഫ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ ഒരു 220 ബേസ് മാർക്ക് വെച്ചിട്ടായിരിക്കും ഇപ്പൊ പഠിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പഠിക്കാണ്ട് ഒരു 10 to 15 മാർക്സ് കൂടുതൽ എയിം ചെയ്തിട്ട് നമ്മൾ പഠിക്കാം. സേ ഫോർ എക്സാമ്പിൾ ഒരു 240 നമ്മൾ എയിം ചെയ്യുക. അപ്പൊ 240 എയിം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോഴേക്കും നമ്മുടെ കട്ട് ഓഫ്, നമ്മുടെ എക്സാമിന്റെ ടഫ്നെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മുടെ എക്സാം, ഇപ്രാവശ്യത്തെ എക്സാം എല്ലാവർക്കും ഈസി ആണ് അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് ആണ് എന്നതിന്റെ ബേസിസിലായിരിക്കും എൻറ്റയർ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ എത്ര കുട്ടികൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതുപോലെ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ബിലോങ് ചെയ്യുന്നത്, SC ആണോ, ST ആണോ, OBC ആണോ, ജനറൽ ആണോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കട്ട് ഓഫ് കുറച്ച് കയറിയിരിക്കും. അതുപോലെ തന്നെ OBC അതനുസരിച്ച് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ SC കുറച്ചുകൂടെ കുറയും, ST കുറച്ചുകൂടെ കുറയും. OBCനേക്കാളും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും EWS കാറ്റഗറി എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഫെർദർ നമുക്ക് നോക്കാന്നുള്ളത് ലാസ്റ്റ് ഫ്യൂ എക്സാംസിന് ഏതൊക്കെ രീതിയിലായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ളത് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം അനലൈസ് ചെയ്തിട്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു അനാലിസിസ് ആണ് നമ്മുടെ സോഷ്യോളജി പേപ്പർ ലാസ്റ്റ് ടേം എക്സാമിനെക്കാളും ക്വൈറ്റ് ഒരു മോഡറേറ്റ് ലെവലിലായിരുന്നു നിന്നിട്ടുള്ളത്. ചിലവർക്ക് കുറച്ച് ഈസി ആയിരുന്നു, ചിലവർക്ക് മോഡറേറ്റ് ആയിരുന്നു. അതുപോലെ പേപ്പർ 1 ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് 2 ടേമിനേക്കാളും കുറച്ചൊരു വ്യത്യാസം ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസേർഷൻ റീസണിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ഒരു 15+ പേപ്പർ 2ലും അതുപോലെ ഒരു 5 ക്വസ്റ്റ്യൻസ് പേപ്പർ 1 ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു അസേർഷൻ റീസണിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം നമുക്ക് ഒരു ആൻസർ ഇതായിരിക്കും ഏറ്റവും ആക്യുറേറ്റ് ആണ് എന്ന് തോന്നിയാലും എനിക്ക് അതല്ല, വേറെയാണ് ഒരു ആൻസർ വരുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. സോ ദിസ് ഇസ് ദ മെയിൻ ക്രൈറ്റീരിയ കേട്ടോ. അപ്പം ഇപ്രാവശ്യം നമുക്ക് അസേർഷൻ റീസണിങ് ഉണ്ടായിരുന്നത് കൊണ്ട് കട്ട് ഓഫ് പ്രഡിക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഇതായിരിക്കും എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് വെക്കാനേ ഇവിടെ പറ്റുള്ളൂ. അപ്പം നമുക്ക് പ്രീവിയസ് ഇയറിലെ ഒരു കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാം. 2025 ജൂണും 2024 ഡിസംബറിന്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ 2024 ഡിസംബറിൽ മോർ ഓഫ് എ PYQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പം അന്നത്തെ എക്സാം കഴിഞ്ഞ് വന്ന എല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യമാണ്. അതായത് PYQs കൂടുതൽ നോക്കിയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ 2025 ജൂണിലേക്ക് വന്നപ്പോഴേക്കും എക്സാം നേരത്തെക്കാളും കുറച്ച് ടഫ് ആക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പം 2024 JRF കട്ട് ഓഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 228 വരെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ OBCയുടെ കട്ട് ഓഫ് 216 ആയിരുന്നു. പക്ഷെ 2025 ജൂണിൽ വന്നപ്പോൾ ഒരു 6 മാർക്സ് അവിടെ ഡിക്രീസ് ആയി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 220 ഒരു 8 മാർക്സ് ഡിക്രീസ് ആയിരുന്നു 2025 ജൂണിൽ EWSന്റെ കട്ട് ഓഫ്. അതുപോലെ തന്നെ നമ്മുടെ SC STക്കും ഒരു ചെറിയൊരു വേരിയേഷൻ, ഒരു 10 മാർക്സിന്റെ ഒരു വേരിയേഷൻ അവിടെയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നെറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 204 ആയിരുന്നു 2024 ഡിസംബറിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫ്. അതുപോലെ തന്നെ 2025 ജൂണിലേക്ക് പോകുമ്പോൾ അത് 192 ആയിട്ടുണ്ട്. പിന്നെ OBCയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 188 ഒരു 172 ആയിട്ടുണ്ട്. അതുപോലെ 190 EWS കാറ്റഗറിക്ക് 174 ആയിട്ടുണ്ട്. SC STക്കും ഇതുപോലെ ഒരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ് ഭയങ്കരമായിട്ട് നമ്മുടെ കട്ട് ഓഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു അനാലിസിസ് നോക്കാം. 2024 ജൂണും ഡിസംബർ 2023 വെച്ച് നമുക്കൊരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഡിസംബർ 2023 JRFന്റെ കട്ട് ഓഫ് വന്നിട്ട് 210 ആയിരുന്നു. പക്ഷെ നമ്മുടെ 2024 ജൂണിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു 6 മാർക്സ് അവിടെ കുറയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2024 ജൂണിനെ 2024 ഡിസംബറിലെയും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുമാത്രമാണ് 204 228 ഒരു ഡ്രാസ്റ്റിക് ഹൈക്കാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുട്ടികളെല്ലാം ഈ ഒരു 204 എയിം ചെയ്ത് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സിവിയർ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഹൈക്കായിരുന്നു JRFന്റെ കേസിൽ അവിടെ വന്നിട്ടുള്ളത്. അപ്പം നെറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിലും 180 204 ഓൾമോസ്റ്റ് ഒരു 24 മാർക്സിന്റെ ഒരു ഹൈക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ 164 188 ഉണ്ടായിരുന്നു. അതുപോലെ 164 ഒരു 190 ആയിട്ടുണ്ടായിരുന്നു. 152 അത് 174 ആയി. ആൻഡ് SC/ST കാറ്റഗറിക്ക് 150 170 ആയിട്ട് നമുക്ക് കാണുന്നത് മാറിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പം 2023 ജൂണിന്റെയും ഡിസംബർ 2023യുടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞോണം 216 210 ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ 210 198 OBC കാറ്റഗറിക്ക് ഒരു ഡ്രോപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ 2023 ജൂൺ നെറ്റിലേക്ക് വരികയാണെങ്കിൽ 196 184 ഡിസംബർ 2023 184 വന്നിട്ടുണ്ട്. അതുപോലെ 180 168 വന്നിട്ടുണ്ട്. അതുപോലെ EWS ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു. SCയിലേക്ക് പോവുകയാണെങ്കിൽ 168 154 ആയിക്ക് നെറ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 162 150 ആയിട്ടുണ്ട് ST. നമ്മുടെ 2022 ഡിസംബറിലാണ് ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും. JRFന്റെ സ്കോർ 230 ആയിരുന്നു കേട്ടോ. അപ്പം ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പാരിറ്റീവ്ലി സിംപിളർ ആയിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു സിംപിളർ ആയിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു 2024 ഡിസംബറിൽ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂലേ 2022 ഡിസംബറിൽ 230 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ്. അപ്പം ആ ഒരു സംഭവം ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു അവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം ജൂണിലേക്ക് എക്സാം വന്നപ്പോഴേക്കും ഒരു 216 ആയിട്ട് അത് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നെറ്റിന്റെ കട്ട് ഓഫും 202 196 ആക്കി മാറിയിട്ടുണ്ട്. അതുപോലെ 184 180 ആയി. EWS കാറ്റഗറിക്ക് 184 180 ആണ് ആയത്. അതുപോലെ SC/ST 166 168 ആയിട്ടുണ്ട്. 144 162. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കട്ട് ഓഫ് ഇങ്ങനെ കയറി ഇറങ്ങി ചില സമയത്ത് കട്ട് ഓഫ് നല്ലപോലെ കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അതുപോലെ എത്ര കുട്ടികൾ അത് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പാറ്റേൺ ചേഞ്ചും ഇതിനെ ചെറിയ രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്രാവശ്യം നമുക്കൊരു ചെറിയൊരു പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഒരു ലാസ്റ്റ് 2 ടേംസിലെ അസേർഷൻ റീസണിങ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം മോർ ദാൻ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അസേർഷൻ റീസണിങ് വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഭയങ്കര ഒരു ഇമ്പാക്ട് ആയിരിക്കാം നമ്മുടെ കട്ട് ഓഫിന് ഉണ്ടാവാൻ പോകുന്നത്. സോ പ്രോബബ്ലി കട്ട് ഓഫ് കൂടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാലിസിസിന്റെ ബേസിസിലാണ് ഈ ഒരു കട്ട് ഓഫ് വെച്ചിട്ടുള്ളത്. അതുപോലെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് JRF എക്സ്പെക്ട് ചെയ്യുന്നത് 224 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. 214 224 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ 198 208 വരെ പോകാനുള്ള ഒരു ചാൻസും ഉണ്ട്. PhD ഓൺലി 168 വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അതുപോലെ OBC നോൺ ക്രീമിയിലെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് 204 വരെ കട്ട് ഓഫ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ 204 214 വരെ പോകാതിരിക്കാം എന്ന് പറയാം. അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ 178 188, PhD ഓൺലി 144 152. EWS പറയുമ്പോഴേക്കും OBCനേക്കാളും ചെറിയൊരു വ്യത്യാസം തന്നെ അവിടെ വരുന്നുള്ളൂ. 206 216 ആ ഒരു റേഞ്ചിലായിരിക്കാം. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ 180 190, അതുപോലെ SCക്ക് 188 198, അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോൾ 162 178 റേഞ്ചിലായിരിക്കും. ST പറയുമ്പോൾ 184 194, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കട്ട് ഓഫ് 160 168 ആയിരിക്കാം. പിന്നെ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് ഇതായിരിക്കില്ല നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം. നമുക്ക് ടോട്ടലി നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ആയാലേ NTAയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സാക്ട് ആയിട്ട് കട്ട് ഓഫ് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ താങ്ക് യു. ഈ ഒരു
കട്ട് ഓഫിന്റെ ബേസിസിൽ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ അടുത്തേക്ക് പറയാനുള്ളത്, നമ്മുടെ യൂണിറ്റ് 1 സോഷ്യോളജിയുടെ കേസിലാണെങ്കിൽ യൂണിറ്റ് 1 ഓൾമോസ്റ്റ് 35 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ യൂണിറ്റ് 1 അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു യൂണിറ്റും സ്കിപ്പ് ചെയ്യാണ്ട് 10 യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടാണ് എക്സാമിന് പോയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. ബിക്കോസ് ലാസ്റ്റ് ടൈമിൽ ഈ നടന്നിട്ടുള്ള എക്സാമിന് യൂണിറ്റ് 7 ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം യൂണിറ്റ് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു യൂണിറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്കൊരു മാർഗമായിട്ടുള്ളത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി സിംപിളർ ആയിരുന്നു. പേപ്പർ 1ലും പേപ്പർ 2ലും സിമിലർ ആയിരുന്നു. സോ നെക്സ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റ്സും പഠിക്കുന്നുണ്ട് നോക്കാം. ബോത്ത് പേപ്പർ 1നും പേപ്പർ 2നും ഈക്വൽ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, താങ്ക് യു.